ഇതാണ് ആട്ട് തലക്കറി. അപ്പോൾ ആടിൻ്റെ തല നമ്മൾ വിട്ട് ശരിയല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് ഹക്കീം എന്നാണ് പേര്. പുള്ളി ഇറച്ചി കച്ചവടമുള്ള ആളാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആടൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിനെ വിളിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. നമുക്ക് ഇത് തൊലിയൊക്കെ ഉരിച്ചു കൊടുക്കാം. ഉരിക്കാനൊക്കെ നമുക്ക് ഏകദേശം അറിയാം. വെട്ടണമെങ്കിൽ അവർ വിട്ടാലേ ശരിയാവുള്ളൂ. ഇത് ഇറച്ചി വിട്ടുപോരുത്. ഇതിന് കണ്ണ് നമ്മൾ എടുക്കില്ല. പക്ഷെ ചിലവരൊക്കെ കണ്ണൊക്കെ എടുക്കും. ഇല്ലാക്കി വേണോ? കണ്ണ് വേണ്ട നമുക്ക്. ആട്ടിൻ്റെ തലയുണ്ടല്ലോ, ഇത് ശരിക്കും കരിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ തൊലി ഉരിച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഓരോരോ പീസ് എടുത്ത് കഴുകണം. കാരണം ഇതിൽ ചെറിയ ചെറിയ രോമങ്ങൾ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒരു 3-4 തവണ കഴുകിയെടുത്താൽ ശരിക്കും വൃത്തിയാവുള്ളൂ. നമ്മൾ 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല വൃത്തിയായി. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. കർപ്പൂരമാണത്. കുറേ ആളുകൾ ഇപ്പോൾ പുതിയ ആളുകൾ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നേ. പിടിക്കട്ടെ. നമ്മുടെ അടുപ്പ് കത്താൻ തുടങ്ങിയിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, തക്കോലം, ബേ ലീവ്സ്. പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി. ഇത് മുഴുവൻ ഇടണില്ല, കുറച്ച് മാറ്റി വയ്ക്കാം. ചെറിയുള്ളി ഒന്ന് നല്ലോണം മൂത്ത് ഒന്ന് വാടി വരണം. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ്. നമ്മളൊന്ന് എല്ലാം അരച്ചാൽ ചേർക്കാൻ പോകാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊന്ന് മാറി വരണം. അപ്പോഴേ സംഗതി ടേസ്റ്റ് ആവുള്ളൂ. തക്കാളി, കുറച്ച് മഞ്ഞൾ, അരച്ചാണ്. എല്ലാം അരച്ച് ചേർക്കണം. അരച്ച് ചേർത്താൽ ഈ ആട്ടിൽ തലയൊക്കെ വയ്ക്കുമ്പോൾ അരച്ച് ചേർത്താലും ടേസ്റ്റ്. നമ്മൾ മുളക് അരച്ചത്, ആട്ട് തല ഇട്ട് കൊടുക്കാം. ഇനി 2-3 സാധനം കൂടി ചേർക്കാനുണ്ട് ഇതിനകത്ത്. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ കല്ലുപ്പാണ് സംഗതി ടേസ്റ്റ്.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേകണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ വെന്താലേ ശരിക്കും വേവുള്ളൂ. നമ്മുടെ ചട്ടി കറക്റ്റാണ്. ഒരു 10 മിനിറ്റ് കൂടെ തിളക്കട്ടെ. ഇനി 1-2 സാധനം നമുക്ക് ചേർക്കാനുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചെറിയ ജീരകം അരച്ചതാണ്. പെരുംജീരകം അരച്ചത്. മല്ലി അരച്ചതാണ്. ഒക്കെ നമ്മൾ അരച്ചതാണ് ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു അരമുക്കാൽ മണിക്കൂർ ആവും വേവാൻ. അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. മതി, വെള്ളമൊക്കെ വറ്റില്ല. ഈ ഗ്രേവി വേണം, എങ്കിലേ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി കറിയല്ലേ. കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം, നല്ല മണം ഉണ്ടാവും. ഇറക്കി വയ്ക്കാം. മതി. കറി വേണം. ആ അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. സുധാര, കഴിച്ചിട്ട് എളുപ്പം അഭിപ്രായം പറയാം. എന്താണ്? കഴിക്കാത്ത പൊളിയാണ്. ആ, കടിച്ച് നമ്മളെല്ലാം അരച്ച് കറി വെച്ചാണ് സുധാര. ആ ചൂടോടുകൂടി കഴിക്കാനുള്ള ക്ഷമയില്ല. നല്ല ചൂട് തന്നെ. 1.5 ചൂടാണ്. നന്നായിട്ട്, കുഴപ്പമില്ല. തലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ആട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഭാഗം തലയാണ്. തല ഇങ്ങനെ ഒരു ഇല്ലേ ഒരു വ്യത്യസ്തമായ അതിൻ്റെ മൂളയും ഇതൊക്കെ. മൂള നമ്മൾ മാറ്റിയിട്ടാ, ഇറച്ചി മാത്രമാണ് ഇതിൽ വിറ്റാമിൻസ് കൂടുതലുള്ളത്. അതെ, വിറ്റാമിൻസ് ഏറ്റവും കൂടുതൽ. അതെ, സംഭവം അടിപൊളിട്ടാ. സംഭവം സൂപ്പറാണ്. ഇത് വിട്ട അടുത്ത കുടലാണ്. കുടലല്ലേ? അതിലാണ് നമുക്ക് ആട്ടുകുടൽ. നമ്മുടെ അടുത്ത റെസിപ്പിയാണ് ആട്ടുകുടൽ. കുടല്ല, ഉടനെ അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ആട്ടുകുടലൊന്നും ചെയ്യണം. കഴിക്കുന്ന വേണ്ട. ഇത് എല്ലിൻ്റെ മറ്റേ ഉള്ളിലൊക്കെയാണ് ഇറച്ചി കിടക്കണം അല്ലേ? അതെ, ഇറച്ചി കുറച്ചേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ടേസ്റ്റ് മുതലില്ല. ഇത് നമ്മുടെ ആൾക്കാർക്ക് ഗുണവും കൂടുതലാണ്. ഗുണം കൂടുതലാണ്. ക്ഷമയോടെ കഴിക്കുന്നത് കുറേ കഴിക്കാം. ഈ കണ്ണാടിയിട്ട് എരിവ് ഞാൻ കുറച്ചാണ്, പക്ഷെ ഇതിന് എരിവ് വേണം. എങ്കിൽ എരിവ് കറക്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ആട്ടിൻ്റെ ആയതുകൊണ്ട് സ്മെല്ല് കമ്മിയാവാം. അതെ അതെ, ആ മസാലകളും കാര്യങ്ങളും. ഇപ്പം ആട്ടിന് സ്മെല്ലൊന്നും ഇല്ലല്ലോ. നല്ല നാച്ചുറൽ, നല്ല രസമില്ലേ കറി. കണ്ണാട്ട് പയൊന്നും പറഞ്ഞില്ല. സൂപ്പർ ആണോ? സൂപ്പർ. ഉറിഞ്ചി എടുക്കുന്നതാണ്. എരിവില്ല, അടിപൊളി.
ഇത്തിരി ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി കൂടെ തൊട്ട് കഴിക്കാൻ വേണ്ടി വെച്ചാണ്. അത് ടേസ്റ്റാണ്. അതെയോ ഉള്ളി പച്ചമുളകൊക്കെ വെച്ച് കഴിഞ്ഞാലേ മക്കളെങ്ങനെയുണ്ട്? അയ്യോ സംഭവം നല്ല അടിപൊളിയാണ്. ആട്ട് തലക്കറി നമ്മൾ കുറേ ആടിൻ്റെ 10-15 ആടിൻ്റെ തലയാണ് ഉപയോഗിച്ചത്. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാക്കി ഉണ്ടാക്കി എടുക്കാനേ ഉള്ളൂ. ഇച്ചിരി വേകണം, ആട് വേകണം. അതേപോലെ നമുക്ക് അടുപ്പിലാണെങ്കിൽ കുറച്ച് നേരം വേകണമെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വെന്ത് കഴിഞ്ഞാൽ സംഭവം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.